ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കുർത്തിയാണ് തയ്ക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങളിപ്പോൾ കാണുന്നതാണ് ആ കുർത്തി. അപ്പോൾ അതെങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് അതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് തുണി 4 മടക്കിയിടാം. 3 മീറ്ററെങ്കിലും തുണി ആവശ്യമാണ്. 4 തുണി മടക്കിയിട്ടിട്ടുണ്ട്. അതിൽ ഓപ്പണിംഗ് അല്ലാത്ത ഭാഗത്തുനിന്ന് വേണം നമ്മൾ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഷോൾഡർ നമ്മൾ 7 ഇഞ്ച് മാർക്ക് ചെയ്തു. ആം ഹോൾ വന്നിട്ട് 7.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. നെക്ക് വിഡ്ത്ത് 2.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. നെക്കിലെ ഇറക്കം വന്നിട്ട് 6 ഇഞ്ചാണ്. അത് ഫ്രണ്ടിലെയും ബാക്കിലെയും നെക്കിൻ്റെ ഇറക്കം 6 ഇഞ്ച് തന്നെയാണ് കൊടുക്കുന്നത്. നമ്മൾ വി ഷേപ്പിൽ വരയ്ക്കണം. പിന്നെ ഷോൾഡർ ഒരു 0.5ലേക്ക് ചെരിച്ചുകൂടി വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യാം. ചെസ്റ്റ് അളവ് വന്നിട്ട് 9 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് നമ്മൾ സീം അലവൻസും കൂടി കൂട്ടിയിട്ട് 11 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. നമ്മളെപ്പോഴും ഒരു 2 ഇഞ്ചെങ്കിലും സീം അലവൻസ് കൊടുക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ നമുക്കൊരു 1.5 ഇഞ്ചിൽ ആം ഹോൾ മാർക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു 0.5ൽ ഫ്രണ്ടിലെ ആം ഹോളും കൂടി മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് ഷേപ്പ് മാർക്ക് ചെയ്യണം. ഷോൾഡറിൻ്റെ അവിടുന്ന് താഴോട്ടേക്ക് 14 ഇഞ്ചാണ് ഷേപ്പ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ വിഡ്ത്ത് വന്നിട്ട് 8 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്തിട്ട് 10 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇനി ആ 2 പോയിൻറ്റും കൂടി നമുക്കൊന്ന് ചേർത്ത് വരയ്ക്കാം, യോജിച്ചിട്ട് വരയ്ക്കാം. ഇനി നമ്മൾ ടോട്ടൽ ലെങ്ത്ത് എടുത്തിട്ടുള്ളത് 50 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ചും കൂടി സീം അലവൻസ് എടുക്കുന്നുണ്ട്. കാരണം നമുക്ക് എന്നാലേ 50 ഇഞ്ച് കിട്ടുള്ളൂ. എൻ്റെ ഹൈറ്റ് വന്നിട്ട് 5.3 ആണ്. അപ്പോൾ നിങ്ങളെ ലെങ്ത്തിനനുസരിച്ചിട്ട് ലെങ്ത്ത് എടുക്കുക. പിന്നെ താഴത്തെ ലെങ്ത്തിൽ നിന്ന് 13 ഇഞ്ച് നമ്മൾ മുകളിലേക്ക് എക്സ്ട്രാ എടുക്കുക. എന്നിട്ട് അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. അതിനുശേഷം നിങ്ങളെ വിഡ്ത്ത് എത്രയാണെന്ന് വെച്ചാൽ ആ വിഡ്ത്ത് ഒന്ന് മാർക്ക് ചെയ്യുക. വിഡ്ത്ത് മാർക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ സെൻറ്റർ പകുതി എടുക്കുക. പകുതി എടുത്ത ആ പോയിൻ്റ് ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്യുക. ഈ കേസിൽ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഫുൾ വിഡ്ത്ത് ഞാൻ എടുക്കുന്നില്ല. കാരണം ആ റെഡ് ബോർഡർ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ബാക്കി എടുത്തത്. ഇനി നമ്മൾ ഹിപ്പിൻ്റെ അളവൊന്ന് മാർക്ക് ചെയ്യണം. ഷോൾഡറിൻ്റെ അവിടെ നിന്ന് മുകളിൽ നിന്ന് താഴോട്ടേക്ക് 20 ഇഞ്ചാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. വിഡ്ത്ത് വന്നിട്ട് 9 ഇഞ്ച് തന്നെ. അതിൻ്റെ കൂടെ 2 ഇഞ്ച് സീം അലവൻസും. ആ പോയിന്റിൽ നിന്ന് നമ്മൾ നേരത്തെ മുകളിലേക്ക് ഒരു 13 ഇഞ്ചിലേക്ക് വരച്ചൊരു പോയിന്റില്ലേ, ആ പോയിന്റിലേക്കും കൂടി എ ലൈൻ കുർത്തി വരയ്ക്കുന്നത് പോലെ വരയ്ക്കുക. എന്നിട്ട് നമ്മൾ ഈ മാർക്ക് ചെയ്ത അത്രയും പോയിൻറ്റ്സ് ഒന്ന് കട്ട് ചെയ്യുക. അതിനുശേഷം ബാക്ക് പീസ് മാറ്റിയതിന് ശേഷം ഫ്രണ്ട് പീസ് ഒരു 0.5ലൂടെ ഒന്ന് ആം ഹോൾ കുഴിച്ച് വരയ്ക്കുക. ഇനി നമുക്ക് സ്ലീവ് 11 ഇഞ്ചാണ് വിഡ്ത്ത്, 21 ഇഞ്ചാണ് ഞാൻ ലെങ്ത്ത് എടുത്തിട്ടുള്ളത്. അതിന് മുകളിൽ നിന്ന് താഴോട്ടേക്ക് ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മൾ സാധാരണ സ്ലീവ് കുഴിച്ച് വരയ്ക്കും പോലെ ഒന്ന് കുഴിച്ച് വരയ്ക്കുന്നുണ്ട്. അതിനുശേഷം മുകളിൽ നിന്ന് താഴോട്ടേക്ക് ഒരു 10.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. 10.5 ഇഞ്ചിലേക്ക് വിഡ്ത്ത് കൊടുത്തിട്ടുള്ളത് 6 ഇഞ്ചാണ് വിഡ്ത്ത് വരുന്നത്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ മാർക്ക് ചെയ്തിട്ട് 7.5 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ ഒരു പോയിൻ്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ 21 ഇഞ്ചിന്ന് ഞാൻ അവിടുത്തെ ലൂസ് കൊടുക്കുന്നത് 10 ഇഞ്ചാണ്. 10 ഇഞ്ചിൽ നിന്ന് മുകളിലേക്ക് ഒരു 2 ഇഞ്ചും കൂടി മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒരു കർവാക്കി വരയ്ക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ഇത്രയും മാർക്ക് ചെയ്ത ഈ 3 പോയിൻറ്റ്സും കൂടി ചേർത്ത് വരയ്ക്കുമ്പോൾ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ ആയിരിക്കും നമുക്ക് സ്ലീവ് കിട്ടുക. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. ഇപ്പം ഇങ്ങനെ ഉണ്ടാവും നമ്മളെ സ്ലീവ്. ഇനി നമുക്ക് ഒരു ലേസ് വേണം ഫ്രണ്ടിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ വി ഷേപ്പാണല്ലോ വരച്ചത് നെക്ക്. അപ്പോൾ അതിൻ്റെ ഒരു പോയിൻറ്റിൽ നിന്ന് ഇപ്പുറത്തേക്ക് നമ്മൾ ലേസ് കറക്റ്റ്, സാധാരണ നമ്മൾ ലേസ് സെൻറ്ററിലല്ലേ വെക്കുക. ഇത് നമ്മൾ രണ്ട് പാർട്ടാക്കിയിട്ടാണ് വെക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആ പോയിൻറ്റിൽ നിന്ന് ഒരു ഭാഗത്തേക്ക് ഒരു ലേസ് വെക്കുന്നത്. അതേ പോയിൻറ്റിൽ നിന്ന് തന്നെ അടുത്ത ഭാഗത്തേക്ക് ഇങ്ങനെ വെക്കും. അപ്പം വരുമ്പോൾ 2 ലേസ് ഒരുമിച്ച് വരും. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും, ഞാൻ പറഞ്ഞിട്ട് മനസ്സിലായിട്ടില്ലെങ്കിലും. അപ്പോൾ ഇതുപോലെ നമുക്കിതൊന്ന് താഴെ വരെ ഒന്ന് അടിച്ചെടുക്കാം. നിങ്ങളെൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിന് തൊട്ടടുത്തായിട്ട് ഒരു നോട്ടിഫിക്കേഷൻ ബെല്ലുണ്ടാവും, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം നമ്മൾ മൊത്തമായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ വി ഷേപ്പുള്ള 1 ഇഞ്ച് വീതിയുള്ള വി ഷേപ്പുള്ള 2 തുണി വേണം. ഇത് വെച്ചിട്ടാണ് നമ്മൾ നെക്ക് അടിച്ചെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നത് പോലെ നല്ല വശത്തിൻ്റെ മുകളിലായിട്ട് നമ്മളിപ്പോൾ കട്ട് ചെയ്ത വി ഷേപ്പുള്ള തുണി വെച്ചിട്ട് ഇതുപോലെ അടിക്കുക. എന്നിട്ട് ചെറിയ കുഞ്ഞു കട്ട് കൊടുക്കുക. എന്നാലേ നമുക്കത് മറിച്ചെടുക്കാൻ പറ്റുള്ളൂ. മറിച്ചിട്ട് ഇതുപോലെ ഒരു മടക്ക് മടക്കുക, പിന്നെ ഒരു മടക്ക് മടക്കിയിട്ട് ഇതൊന്ന് അടിച്ചെടുക്കുക. ഇതുപോലെ നമ്മൾ ഫ്രണ്ടും ബാക്കും അടിച്ചെടുക്കണം. എന്നതിന് ശേഷം ഞാനിവിടെ ഒന്ന് ഷോൾഡറും കൂടി അടിച്ചെടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇതിൽ കാണിക്കുന്നില്ല. ഷോൾഡറും കൂടി ഒന്ന് അതിനോടൊപ്പം തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവിൻ്റെ അടിഭാഗം ഒന്ന് ആദ്യം മടക്കി അടിക്കാം. ആദ്യം ഒരു മടക്ക് മടക്കുക, പിന്നെ ഒരു മടക്ക് മടക്കിയിട്ട് ഒന്ന് അടിക്കുക. അടിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ചിലപ്പം ചുളിവ് വരാൻ സാധ്യതയുണ്ട്. ശ്രദ്ധിച്ചിട്ടൊന്ന് അടിക്കണം. കാരണം അവിടെ ഒരു കർവ് പോലെ കൊടുത്തിട്ടുണ്ടല്ലോ, നമ്മൾ സ്ട്രെയിറ്റ് അല്ല. അതുകൊണ്ടൊന്ന് നോക്കി അടിക്കുക. അപ്പോൾ ഇതുപോലെ ഉണ്ടാവും. അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സാധാരണ എങ്ങനെയാണോ ഷോൾഡറിൽ
സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നത് വെച്ചാൽ അതുപോലെ അറ്റാച്ച് ചെയ്യുക. അതുപോലെ സെൻറ്ററിൻ്റെ അതായത് ഷോൾഡറിൻ്റെ മുകളിൽ സെൻറ്റർ വെക്കുക. എന്നിട്ട് ആദ്യം ഒരു സൈഡിലേക്ക് അടിക്കുക, പിന്നെ അപ്പുറത്തെ സൈഡിലേക്കും അടിക്കുക. അപ്പം നമുക്ക് സ്ലീവ് റെഡി ആയിട്ടുണ്ടാവും. അപ്പം നമുക്ക് അങ്ങനെ ഒന്ന് അടിച്ചെടുക്കാം. ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ നമ്മളെ ഷേപ്പ് ഉണ്ടല്ലോ, അതായത് താഴ്ഭാഗത്തേക്ക് ആ ഭാഗം ഇതുപോലെ ഒന്ന് മടക്കി അടിക്കുക. താഴ്ഭാഗം ഇങ്ങനെ കോണായിട്ടാണല്ലോ വരുന്നത്, അതും നമ്മളൊന്ന് മടക്കി അടിക്കുക. ഒപ്പം നമ്മൾ നേരത്തെ ഓൾറെഡി അളവ് കൊടുത്തിട്ടുണ്ട്, ആ അളവിലൂടെ നമ്മൾ സൈഡും ഒന്ന് ജോയിൻ ചെയ്തിട്ട് എടുക്കുക. അതൊക്കെ അറിയുന്നതുകൊണ്ടാണ് കാണിക്കാത്തത്. ഇനി നമുക്ക് വേണ്ടത് 3.5 ഇഞ്ച് ഉള്ള ഒരു സ്ക്വയർ പീസ് വേണം. 3.5 ഇൻറ്റു 3.5 ഉള്ള ഒരു സ്ക്വയർ പീസ് വേണം. അതിനെ ഇതുപോലെ മടക്കുക, ഒരു മടക്ക് മടക്കുക, പിന്നെ ഒരു മടക്കും കൂടി മടക്കുക. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ 2 മടക്ക് മടക്കിയതിന് ശേഷം ആദ്യം ഒരു മടക്ക് മടക്കുക, പിന്നെ ഒരു മടക്ക് മടക്കുക. എന്നിട്ട് ഈ സൈഡൊന്ന് അടിക്കുക. എന്നിട്ട് നമുക്ക് എക്സ്ട്രാ പീസ് ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്തതിന് ശേഷം അതൊന്ന് മറിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലൊരു ഷേപ്പ് കിട്ടും. ഇങ്ങനെ നമുക്ക് കുറച്ചധികം വേണം. എത്ര വേണമെന്ന് വെച്ചാൽ കുറച്ചധികം വേണം. പിന്നെ നമുക്ക് വേണ്ടത് ബീഡ്സ് വേണം. അത്യാവശ്യം വലുപ്പമുള്ളൊരു ബീഡും കൂടി വേണം. ഞാൻ അവിടെ ലേസിൻ്റെ അതേ കളറ് ബീഡാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കൊരു സൂചി നൂല് ഉപയോഗിച്ചിട്ട് ആദ്യം നമ്മളിപ്പം അടിച്ച ആ ഒരു പീസും പിന്നെ എന്താ പറയുക ബീഡ്സും കൂടി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് തുന്നി സെക്യൂർ ആക്കുക. അപ്പോൾ ഞാൻ ഒരു ഭാഗത്തേക്ക് 4 എണ്ണം വീതമാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഓരോ പോയിൻറ്റിലും പിന്നെ 4 എണ്ണം വീതമാണ് വെച്ചിട്ടുള്ളത്. നമ്മൾ താഴ്ഭാഗത്തും പിന്നെ സ്ലീവിലും ഇതുപോലെ നമ്മൾ ആ ബീഡ്സ് വെച്ചിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ ഇതിന് അപ്പ് ആൻഡ് ഡൗൺ കുർത്തി എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇത് ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കുർത്തിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടടുത്തായിട്ടൊരു നോട്ടിഫിക്കേഷൻ ബെല്ലുണ്ടാവും, അതും കൂടി ക്ലിക്ക് ചെയ്യുക. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഷെയർ ചെയ്യുക. നിങ്ങളുടെ വാല്യുബിൾ കമൻറ്റ്സ് താഴെ കമൻറ്റ് ചെയ്യാം. ഇതുപോലെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.